അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഭക്ഷണത്തിൽ തന്നെയാണ് ആദ്യത്തെ പരിഗണന വേണ്ടത്. അക്കാര്യത്തിൽ എനിക്കും അങ്ങേക്കും യാതൊരു വിരുദ്ധാഭിപ്രായവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ നിന്ന് വന്ന ഒരു വാർത്ത ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ദൈനിക് ഭാസ്കർ നടത്തിയ ഒരു അന്വേഷണമായിരുന്നു. 1160 കോടിയുടെ ഒരു തട്ടിപ്പ്. അത് എഥനോൾ കമ്പനികൾക്ക്, എഥനോൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് സാധാരണക്കാരായ ക്ഷാമബാധിതരായ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വെച്ച അരി ഇല്ലീഗൽ സപ്ലൈ ചെയിൻ വഴി എഥനോൾ കമ്പനികൾക്ക് മറിച്ച് വിറ്റ് അത് ഒരു കറക്കം കറങ്ങി സർക്കാർ തന്നെ കൂടിയ വിലയ്ക്ക് ഈ അരി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വീണ്ടും അത് സർക്കാരിന് തന്നെ വിറ്റു എന്നതായിരുന്നു ആ വാർത്ത. ദൈനിക് ഭാസ്കറാണ് ഇത് പുറത്തുവിട്ടത്. അതായത് എഥനോൾ നിർമ്മാണ കമ്പനികളൊക്കെ അവരുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. 1160 കോടി രൂപയുടെ അഴിമതി കഥയാണ് മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു കാര്യങ്ങൾ. ഭക്ഷണം എന്ന് പറയുന്നതിനെ എടുത്ത്, ഭക്ഷണത്തിന് വേണ്ട ധാന്യം എടുത്ത് നമുക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നിലേക്ക് ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഈ കമ്പനികൾ വെറുതെ ഇരിക്കുമോ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്? നമുക്ക് ഇത്ര ദോഷമായിട്ട് നിൽക്കാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കത് അവിടെ നടന്നത് ഒരു കറപ്ഷനാണ്, അവിടെ നടന്നത് ഒരു അഴിമതിയാണ്, അവിടെ നടന്നത് ക്രിമിനൽ കുറ്റകൃത്യമാണ്. ഒരു ക്രിമിനൽ കുറ്റം എടുത്തുകൊണ്ട് നമ്മൾ ഒരു നയത്തെ മുഴുവൻ ജനറലൈസ് ചെയ്യരുത്. ആ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് മതിയായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, അതിനെതിരെ നടപടി ഉണ്ടാവണം എന്നല്ലാതെ ഇങ്ങനൊരു സംഭവം നടന്നു അതുകൊണ്ട് ഈ പോളിസി മുഴുവൻ അബദ്ധമാണെന്നൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്രയും കാലം ഈ പറയുന്ന കർഷക നിയമങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പോലും പറഞ്ഞത് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാത്തതുകൊണ്ട് കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഈ ധാന്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാവുകയാണ്. പഞ്ചാബിലും ഹരിയാനയിലൊക്കെ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റിന് എടുക്കാൻ തയ്യാറാവുന്നില്ല, വേണ്ടത്ര എന്താ പറയുക ഗവൺമെന്റിന്റെ പ്രൊക്യൂർമെന്റ് നടക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ സർപ്ലസ് ഗ്രെയിൻസ് ആണ് ഇതിനു വേണ്ടിയിട്ട് വകമാറ്റി വെക്കുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന ഫുഡ് ഗ്രെയിൻസിന്റെ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്കല്ല ഈ എത്തനോൾ പോളിസി കൊണ്ടുവന്നിട്ടില്ല. എത്തനോൾ പോളിസിയിൽ പറയുന്നത് എന്താണ്? സർപ്ലസ് ഗ്രെയിൻസ്, അതായത് ആദ്യം ഷുഗർ കെയിൻ മാത്രമായിരുന്നു, ഷുഗർ കെയിനിന് ശേഷം പിന്നീട് മെയ്സ് കൂടി ഉൾപ്പെടുത്തി, അതിനുശേഷം സർപ്ലസ് ഗ്രെയിൻസ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉപഭോഗത്തില് കവിഞ്ഞിട്ടുള്ളത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന. അവിടെ അതിന്റെ ലാഭം കണ്ട് ചില ആളുകൾ എന്തെങ്കിലും അഴിമതിയോ തിരിമറിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ ആകെ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനം? ഇവിടെ ഇപ്പൊ പരിസ്ഥിതിയെ സംബന്ധിച്ച് പറഞ്ഞു, UN റിപ്പോർട്ടിൽ പറയുന്ന ഈ ലോകം നേരിടുന്ന പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ അപകടം ഉയർത്തുന്ന സംഗതി എന്താണ്? അത് കാർബൺ എമിഷനാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ 1000 ലക്ഷം മെട്രിക് ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന്റെ പരിസ്ഥിതി അതിന്റെ പരിസ്ഥിതി മൂല്യത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയില്ല. നോക്കൂ, എന്ത് നയം വന്നാലാണ് നമ്മൾ അതിന്റെ പരിസ്ഥിതി പ്രശ്നം പറയാത്തത്? ഇപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞു EV-യിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന്. സർക്കാർ EV-കളിൽ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ പരിസ്ഥിതി പ്രവർത്തകർ എന്താ പറഞ്ഞിരുന്നത്? ഈ പറയുന്ന EV വരുന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല, കാരണം അതിന്റെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം പോലെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ ബാറ്ററിയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മൈനിങ് നടത്തേണ്ടി വരും. അങ്ങനെ മൈനിങ് നടത്തി കഴിഞ്ഞാൽ കൂടുതൽ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാവും. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി വേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ജലലഭ്യതയുടെ കാര്യം പറഞ്ഞു. എന്താണ് ഈ എത്തനോൾ പ്രൊഡക്ഷന്റെ ഈ പറയുന്ന വാട്ടർ കൺസംഷൻ? ഇവർ പറയുന്നത് വിർച്വൽ വാട്ടറിന്റെ കണക്കാണ്. അതായത് 1 കിലോ ഈ കരിമ്പ് ഉൽപ്പാദിപ്പിക്കാൻ 3000 ലിറ്റർ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുള്ള വിർച്വൽ വാട്ടർ. അത് യഥാർത്ഥത്തിലുള്ള വെള്ളത്തിന്റെ ഉപയോഗമല്ല. ഒരു പ്രൊഡക്റ്റ് അതിന്റെ ആദ്യത്തെ ആരംഭം മുതൽ അതിന്റെ അവസാനം നമ്മൾ പാക്ഡ് ഉൽപ്പന്നമായിട്ട് അത് വിപണിയിൽ എത്തുന്നത് വരെ ആകെ ഉപയോഗിക്കപ്പെടുന്ന വെള്ളത്തിന്റെ കണക്കാണ്. ആ കണക്ക് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ജലത്തിന്റെ ഉപയോഗം കൂട്ടില്ലാന്ന് പറഞ്ഞാൽ ഒരു സംഗതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വാട്ടർ കൺസംഷൻ എന്ന് പറയുന്നത് 150 ലിറ്റർ ആണ്. എന്താ പറയുക 1 കിലോ ചിക്കന്റെ ഈ പറയുന്ന വിർച്വൽ വാട്ടർ കൺസംഷൻ എന്ന് പറയുന്നത് 4000 ലിറ്റർ ആണ്. 1 കിലോ ബീഫ് അതിന്റെ വിർച്വൽ വാട്ടർ കൺസംഷൻ എന്ന് പറയുന്നത് 3000 ലിറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് നിരോധിക്കാൻ പറ്റും. ഇതൊക്കെ വലിയ ദൗർബല്യം ഉണ്ടാക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറയാൻ സാധിക്കുമോ? അടിസ്ഥാനപരമായിട്ട് ഒരേ സമയത്ത് നമുക്ക് ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കുന്നു, നമ്മുടെ വിദേശ നാണ്യത്തിന്റെ നിക്ഷേപത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നു, നമുക്ക് കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു, അത് നമ്മുടെ പരിസ്ഥിതിക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. ആ പദ്ധതി വരുന്ന സമയത്ത് ഹോളിസ്റ്റിക് ആയിട്ട് അതിന്റെ ഗുണം എന്താന്ന് നോക്കാതെ നിങ്ങൾ അതിൽ എക്സെപ്ഷൻസ് എടുത്തുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് ശരിയല്ല. അങ്ങനെ വിമർശിക്കുന്നില്ല. നമുക്ക് ആത്യന്തികമായി നമുക്ക് ഒരു സുസ്ഥിരമായ പദ്ധതികൾ തന്നെയാണ് നമുക്ക് വേണ്ടത്, സുസ്ഥിരമായ പ്ലാനുകൾ തന്നെയാണ് വേണ്ടത്. അതിലൊന്നും ഒരു സംശയവും ശങ്കു. പക്ഷേ ആ ട്രാൻസിഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതിന് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ അല്ലേ വേണ്ടിയിരുന്നത്? ഇങ്ങനെ എടുത്ത് ചാടി പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് പോകുമ്പോഴല്ലേ ഈ പ്രശ്നത്തെ കുറിച്ച് ഇവരെല്ലാവരും പറയുന്നത്?
ട്രാൻസാക്ഷന്റെ കാര്യം ഞാൻ ശ്രീജയോട് ചോദിക്കാം. ശ്രീജ പറഞ്ഞു നിങ്ങൾ വാർത്തയൊക്കെ അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് E20യെ പറ്റി അറിയാം, പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്കോ സാധാരണ മനുഷ്യർക്കോ ഇതിനെപ്പറ്റി അറിയില്ലെന്ന് പറഞ്ഞു. ആർക്ക് ഉത്തരവാദിത്തമായിരുന്നു ജനങ്ങളെ അറിയിക്കേണ്ടത്? നിങ്ങൾ മാധ്യമങ്ങൾ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തി, നിരുത്തരവാദിത്തപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തി. 2001 മുതൽ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി, 2004 റോൾ ഔട്ട് ചെയ്തിട്ടുള്ള പദ്ധതി, 2013 ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പദ്ധതി, 2014 മുതൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി, E10 വാഹനങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് 2021 നീതി ആയോഗ് റോഡ് മാപ്പ് പുറത്തിറക്കുകയും 2021 ഓഗസ്റ്റ് മാസത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള കമ്പനികൾ ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വലിയ ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് വിദേശ നിക്ഷേപം ഉൾപ്പെടെ ഇന്ത്യയിൽ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ 1 ലക്ഷം കോടി രൂപയുടെ ലോണുകൾ ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതി 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ റിയലൈസേഷൻ സ്റ്റേജ് വരെയും സാധാരണ മനുഷ്യരുടെ വിവരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പണിയാണ് ഈ നാട്ടിൽ എടുത്തുകൊണ്ടിരുന്നത്? നിങ്ങൾ സ്വയം ആലോചിക്കണം. സർക്കാരിന്റെ ട്രാൻസാക്ഷന്റെ കുഴപ്പമല്ല, ശരിയായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം സെൻസേഷനലിസത്തിന്റെ മുകളിൽ നിങ്ങൾ ചുറ്റി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവാദിത്വം ഉണ്ടായത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഈ വിലവർധനയുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴാണോ ഇതിന്റെ വിലവർധന ഉണ്ടാവുക? ഇത് അദ്ദേഹത്തിന് അറിയാതെയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഈ മെയ്സ് ബേസ്ഡ് എത്തനോൾ എന്താ പറയാ പെട്രോളിയം നമ്മളിപ്പോ പ്രൊക്യൂർ ചെയ്ത് കർഷകരെടുത്തും പ്രൊക്യൂർ ചെയ്യുന്നത് 71 രൂപയ്ക്കാണ്. 71 രൂപയ്ക്ക് എടുക്കുന്ന പെട്രോൾ ഇതിന്റെ GST മറ്റു സംഗതികൾ വരുമ്പോ നോർമൽ പെട്രോൾ ഇതിന്റെ റേറ്റിലേക്ക് തന്നെ വരും. ഇതിന്റെ ഗുണം കിട്ടുക എപ്പോഴാണ്? അതായത് നാളെ ക്രൂഡ് ഓയിലിന്റെ വില വല്ലാതെ വർദ്ധിക്കുകയും അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണയുടെ വില കണക്കില്ലാതെ കുതിക്കുകയും ചെയ്താൽ നമുക്ക് ഇവിടെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ എത്രയോ കൺസപ്ഷൻ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 വർഷത്തിനിടയ്ക്ക് പാകിസ്ഥാനിലെ പെട്രോളിന്റെ റേറ്റ് 48% വർദ്ധിച്ചു, ബംഗ്ലാദേശിൽ 45% വർദ്ധിച്ചു, നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ 36% വർദ്ധിച്ചു, ജർമ്മനിയിൽ 20% വർദ്ധിച്ചു, ഇറ്റലിയിൽ 18% വർദ്ധിച്ചു. ലോകത്തിന്റെ എല്ലായിടത്തും നടത്തിയിട്ടുള്ള പെട്രോളിന്റെ വില വർധന നോക്കൂ. ഇന്ത്യയിൽ പക്ഷെ 5% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. 2022 92 രൂപയിൽ നിന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇവിടെ 105 നിർത്താൻ പറ്റിയിട്ടുള്ളത് നമ്മൾ എത്തനോളിനെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അപ്പൊ ഇത് ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാവുന്ന പ്രൈസ് റെഗുലറൈസേഷൻ ആണ്. നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ വിപണിയിലുള്ള ആകെ പെട്രോളിന്റെ 20% ഇന്ത്യയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാവുമ്പോൾ മൊത്തം സ്റ്റോക്കിന്റെ 5-1 ഭാഗം ഡൊമസ്റ്റിക് പ്രൊഡക്ഷനായി മാറുകയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങളും പെട്ടെന്നുള്ള യുദ്ധങ്ങളും എല്ലാം പെട്രോളിയം പോലെയുള്ള സംഗതികളുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നടത്താതെ നമുക്ക് ആഭ്യന്തരമായിട്ടൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഗുണഭോക്താവാണ് നാം ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും. ഇത്തരം വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ ദുരുപദിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിന്റെ പിന്നിൽ പരിസ്ഥിതി സ്നേഹമല്ല ഉള്ളത്, ഇത് കേന്ദ്ര സർക്കാർ വിരുദ്ധതയാണ്. ഇതിന് മറ്റൊരു പദ്ധതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന EV-യിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സസ്റ്റൈനബിൾ ഫ്യൂളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അന്ന് അത് ഉണ്ടാക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള ചർച്ചകളായിരിക്കും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക.